നമസ്കാരം. വാഷിംഗ്ടൺ ഹിൽട്ടൺ ഹോട്ടലിൽ പതിറ്റാണ്ടുകൾക്ക് ശേഷം വീണ്ടും വെടിവെച്ചുകൾ മുഴങ്ങിയത് അമേരിക്കൻ രാഷ്ട്രീയത്തെ തന്നെ നടുക്കിയിരിക്കുകയാണ്. വൈറ്റ് ഹൗസ് കറസ്പോണ്ടൻസ് ഡിന്നറിനിടെ അരങ്ങേറിയ നാടകീയമായ നിമിഷങ്ങളെക്കുറിച്ച് ട്രംപ് പിന്നീട് സംസാരിച്ചു. ഹാളിനുള്ളിൽ വെടിവെച്ച് ഉയർന്നതും ട്രേ താഴെ വീണതാണെന്ന് ട്രംപ് കരുതിയെങ്കിലും അപകടമാണെന്ന മെലാനിയെ ജാഗ്രത കാട്ടിയെന്ന് അദ്ദേഹം പറഞ്ഞു. നിങ്ങൾ ചെയ്യുന്നത് അപകടം പിടിച്ച ജോലിയാണെന്ന് മെലാനിയെ തന്നോട് പലതവണ പറഞ്ഞിട്ടുണ്ടെന്ന് ട്രംപ് പിന്നീട് വെളിപ്പെടുത്തി. സംഭവം നടന്ന ഒരു മണിക്കൂറിനുള്ളിൽ വൈറ്റ് ഹൗസിലെ വെസ്റ്റ് വിങ്ങിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് പ്രസിഡന്റ് ഇക്കാര്യം പറഞ്ഞത്. ഇത്തരം സംഭവങ്ങൾ എപ്പോഴും ഞെട്ടിക്കുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു. ഞങ്ങൾ അടുത്ത് തന്നെയാണ് ഇരുത്തിരുന്നത്. പ്രഥമ വനിത എൻ്റെ വലതുവശത്തുണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ ആ ശബ്ദം കേട്ടതെന്നും ട്രംപ് പറഞ്ഞു. അതൊന്നെങ്കിൽ ഒരു ട്രേ താഴെ വീണ ശബ്ദമോ അല്ലെങ്കിൽ വെടിവെച്ചയോ ആയിരിക്കുമെന്നാണ് തങ്ങൾ കരുതിയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്നാൽ അപകടമടുത്ത മെലാനിയ അത് തിരിച്ചറിഞ്ഞുവെന്നും അത് അവരെ വളരെ അസ്വസ്ഥയാക്കിയെന്നും ട്രംപ് വെളിപ്പെടുത്തി. മെലാനിയ വളരെ ജാഗരൂകയായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. തനിക്ക് നേരെയുള്ള ആവർത്തിച്ചുള്ള വധശ്രമങ്ങളുടെ പശ്ചാത്തലത്തിൽ തൻ്റെ സുരക്ഷയെക്കുറിച്ചുള്ള ഭാര്യയുടെ ആശങ്കയും പ്രസിഡന്റ് പങ്കുവച്ചു. പ്രഥമ വനിത മികച്ച രീതിയിലാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അവർ രാജ്യത്തെ അങ്ങേയറ്റം സ്നേഹിക്കുന്നു. മറ്റാരേക്കാളും നന്നായി അവർ കാര്യങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. പക്ഷേ പലതവണ അവർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ചെയ്യുന്നത് വളരെ അപകടം പിടിച്ച ഒരു ജോലിയാണെന്ന്. ഏകദേശം ഒരു മണിക്കൂർ മുമ്പ് ഡൈനിങ് ഹാളിനുള്ളിൽ വെടിവെച്ചുകൾ മുഴങ്ങിയതോടെ പരിഭ്രാന്തരായ അതിഥികൾ സ്വയം രക്ഷിക്കാനായി മേശകൾക്ക് താഴെ ഒളിച്ചു. ഹാളിലുണ്ടായിരുന്ന ഏതാനും മാധ്യമപ്രവർത്തകർ മാത്രം സീറ്റുകളിലിരുന്നും മുട്ടുകുത്തിയും ദൃശ്യങ്ങൾ പകർത്തി. ഇതിനിടയിൽ സീക്രട്ട് സർവീസ് ഏജന്റുമാരും സുരക്ഷാ ഉദ്യോഗസ്ഥരും ഹാളുകളിലേക്ക് ഇരച്ചു കയറുകയും ഉന്നതരായ രാഷ്ട്രീയ നേതാക്കൾക്ക് സുരക്ഷ ഉറപ്പാക്കുകയും ചെയ്തു. വെടിവെച്ച് കേട്ട് നിമിഷങ്ങൾക്കുള്ളിൽ ട്രംപും മെലാനിയയും മുന്നിലുള്ള തങ്ങളുടെ മേശയ്ക്ക് താഴെ അഭയം തേടി. തൊട്ടു പിന്നാലെ ക്യാബിനറ്റ് ഉദ്യോഗസ്ഥരെ സുരക്ഷിതരാക്കാൻ ഏജന്റുമാർ ബാങ്കറ്റ് ഹാളിലെ നൂറുകണക്കിന് മേശകൾക്കിടയിലൂടെ പരിശോധന ആരംഭിച്ചു. കറുത്ത യുദ്ധവേഷമണിഞ്ഞ് വൻ തോക്കുകളുമായി സീക്രട്ട് സർവീസിന്റെ കൗണ്ടർ അസോൾട്ട് ടീം വേദിയിലേക്ക് പാഞ്ഞെത്തി. അതൊരു തോക്കായിരുന്നുവെന്ന് ചിലർക്ക് വേഗത്തിൽ മനസ്സിലായി. എന്നാൽ മറ്റു ചിലർക്ക് അത് പിടികിട്ടിയുമില്ല. എന്താണ് സംഭവിക്കുന്നതെന്ന് താൻ നിരീക്ഷിക്കായിരുന്നുവെന്നും ട്രംപ് പറഞ്ഞു. മെലാനിയ കാര്യങ്ങൾ വേഗത്തിൽ തിരിച്ചറിഞ്ഞു. അവർക്കത് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. സീക്രട്ട് സർവീസിന്റെയും പോലീസിന്റെയും പ്രവർത്തനം വളരെ മികച്ചതായിരുന്നു. എല്ലാം വളരെ വേഗത്തിലായിരുന്നു. ചിന്തിക്കാൻ പോലും സമയം കിട്ടിയില്ല. നിമിഷങ്ങൾക്കുള്ളിൽ ഞങ്ങളെ പുറത്തെത്തിച്ചുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സംഭവത്തിന് ശേഷമുള്ള ദൃശ്യങ്ങളിൽ ട്രംപും മെലാനിയയും സുരക്ഷിത സ്ഥാനം തേടുന്നതിനിടെ വൈസ് പ്രസിഡന്റ് JD വാൻസിനെ സീക്രട്ട് സർവീസ് ഏജന്റുമാർ വേദിയിൽ നിന്ന് മാറ്റുന്നത് കാണാം. ഏജന്റുമാർ പ്രസിഡന്റിനെ സുരക്ഷിത സ്ഥാനത്തേക്ക് വേഗത്തിൽ മാറ്റുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നു. ഇതിനിടയിൽ പ്രസിഡന്റ് ഒന്ന് തെന്നി വീഴുന്നതും ഏജന്റുമാർ അദ്ദേഹത്തെ താങ്ങിപ്പിടിച്ച് സ്റ്റേജിന് പിന്നിലെ സുരക്ഷിത ഇടത്തേക്കും എത്തിക്കുന്നതും കാണാം. സംഭവവുമായി ബന്ധപ്പെട്ട് DC മെട്രോപൊളിറ്റൻ പോലീസ് ഡിപ്പാർട്ട്മെന്റ് പ്രസ്താവന പുറത്തിറക്കി. കാലിഫോർണിയയിലെ ടോറൻസിൽ നിന്നുള്ള 31കാരനായ കോൾ തോമസ് ജാലനാണ് പ്രതിയെന്നും ഇയാൾ ഹിൽട്ടൺ ഹോട്ടലിലെ അതിഥിയായിരുന്നുവെന്നും പോലീസ് അറിയിച്ചു. ഏറ്റുമുട്ടലിനിടെ അക്രമി ഒരു ഓഫീസർക്ക് നേരെ വെടിയുതിർത്തതായും ട്രംപ് പറഞ്ഞു. ഒരു ഓഫീസർക്ക് വെടിയേറ്റു. എന്നാൽ ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് ധരിച്ചിരുന്നതിനാൽ അദ്ദേഹം അത്ഭുതകരമായി രക്ഷപ്പെട്ടു. വളരെ അടുത്ത് വെച്ച് ശക്തിയേറിയ തോക്ക് ഉപയോഗിച്ചാണ് വെടിയുതിർത്തത്. പക്ഷേ ജാക്കറ്റ് ജീവൻ രക്ഷിച്ചു. പരിക്കേറ്റ ഉദ്യോഗസ്ഥനുമായി സംസാരിച്ചുവെന്നും അദ്ദേഹം സുഖമായിരിക്കുന്നുവെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. വാർത്താ സമ്മേളനത്തിൽ വളരെ ആത്മവിശ്വാസത്തോടെയാണ് ട്രംപ് സംസാരിച്ചത്. ഈ വെടിവെപ്പ് കാരണം ഈ ഡിന്നർ ഉപേക്ഷിക്കില്ലെന്നും അടുത്ത ഒരു മാസത്തിനുള്ളിൽ തന്നെ ഇത് വീണ്ടും സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അടുത്ത 30 ദിവസത്തിനുള്ളിൽ ഞങ്ങളിത് വീണ്ടും നടത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു. തൻ്റെ പ്രസംഗത്തിനായി താൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നുവെന്നും ഹാളിലുണ്ടായിരുന്ന മാധ്യമപ്രവർത്തകരെ കളിയാക്കാൻ താൻ തയ്യാറെടുത്തിരിക്കുകയായിരുന്നുവെന്നും അദ്ദേഹം തമാശ രൂപേണ പറഞ്ഞു.